വാച്ച് ഉണ്ടല്ലേ, ഇതെല്ലാം 100 രൂപയാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ലേഡീസ് വാച്ചും ജെൻസ് വാച്ചും ഒക്കെ ഉണ്ട് കണ്ടില്ലേ. സ്പൈഡർമാനൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമില്ല. 6 മാസം ഓടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നാളെ രാത്രി 9:30-10 മണിക്കുള്ളിൽ തിരുവനന്തപുരത്ത് എത്തും കേട്ടോ. അതാണ് നാഗ്പൂർ. ഗൈസ് ഞങ്ങളങ്ങനെ ട്രെയിനിലെ വിരസത മാറ്റാൻ വേണ്ടതാ ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. പോയപ്പോൾ ചീട്ട് കളിക്കാൻ പറ്റില്ല, ചീട്ട് കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചീട്ടൊക്കെ കളിച്ച് എന്തായാലും സമയം പോണ്ടേ. ഇനിയുള്ള 1-1.5 ദിവസം നമുക്ക് ഇങ്ങനെ കഴിച്ചു കൂട്ടാം. അതെ, എനിക്കിനി വീഡിയോ എഡിറ്റിങ് അപ്ലോഡിങ് ഞാൻ കണ്ടില്ലേ, ഞാനിവിടെ വൈഫൈ കിട്ടുമ്പോഴൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേ. കാരണം ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. 8 GB ഉണ്ട് വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഓരോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടുത്തെ ഫ്രീ വൈഫൈ കണക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇവിടെയുള്ള പിള്ളേരുടെയൊക്കെ വൈഫൈ വെച്ചിട്ട് കുറച്ചായിട്ട്, കാരണം 8 GB ഉണ്ടല്ലോ, അതുകൊണ്ട് ആരെയും നമുക്ക് ഊറ്റാൻ പറ്റില്ലല്ലോ. നമുക്ക് കളിക്കാം കേട്ടോ, ചീട്ട് കളിക്കാം. കണ്ട ഗൈസ്, കുറേ ബംഗാളി ഇരുന്ന് ചോറ് കഴിക്കണുണ്ടോ. മുട്ട ബിരിയാണിയാണ് കഴിക്കുന്നത്. അരെ ബായ് ബായ് കൈസേ ബായ് ബിരിയാണി കൈസേ ബായ്. ഗൈസ്, ഈ പുള്ളിക്കാരൻ്റെ ഫോൺ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തുനിന്ന് ആരും വടികൊണ്ട് തട്ടി താഴെ ഇട്ടു. പുള്ളിക്കാരൻ അപ്പം തന്നെ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തി അതിൻ്റെ എൻക്വയറിയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പുള്ളിക്കാണെങ്കിൽ ഫോൺ തിരിച്ച് കിട്ടിയതുമില്ല. ഗൈസ്, ട്രെയിനകത്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മലയാളിയെ കാണുമോ പരിചയപ്പെടുമോ എന്നൊക്കെ ഓർത്ത് എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു. എവിടെ കണ്ടില്ല, ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ, പാട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് വരുവാടാ. പാട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പാട്ടിന്റെ ആക്ഷൻ പറയോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ കാശ്മീർ യാത്രയുടെ അവസാനത്തെ ദിവസമാണ്. മോർണിംഗ് അല്ലാണ്ട് ഇപ്പോൾ ഉച്ചയായി. ഇന്ന് എണീറ്റപ്പോൾ തന്നെ താമസിച്ചതാ. ഇപ്പോൾ വന്നിട്ട് പയ്യന്മാരൊക്കെ ആയിട്ട് ചീട്ടൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളവിടെ നിന്ന് ചീട്ട് കളിച്ചിട്ട് തോറ്റിട്ട് അവിടെ നോക്കൊണ്ടൊരു പയ്യൻ അവിടെ പോയി ഇരിക്കുന്നുണ്ടോ. ഇല്ലല്ല, അവർ എന്തായാലും അവിടെ നിന്ന് ഹായ് പറഞ്ഞല്ലേ, ഹായ് പറ. ഞാൻ കാണിച്ചു തന്നെ ഇവരാണ്. ഇവിടെ ചീട്ട് കളിച്ചിട്ട് തോറ്റിട്ട് ഇവിടെ വന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അവൻ. എന്താ അത് എന്താ പായസവും? പായസമല്ല, സാമ്പാറായിരുന്നു. രസം തോന്നി, ഒന്നും ചെയ്യാൻ പറ്റില്ല. രസവും സാമ്പാറും കൂടെ മിക്സാണ്. അതെ, എവിടെ ഇവരൊക്കെയാണ് ഗൈസ് നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ കിട്ടിയ പിള്ളേർ. ഇവരൊക്കെ കാശ്മീരും മണാലിയും അതുപോലെ കുംഭമേളയ്ക്കും വാരണാസിയൊക്കെ പോയിട്ട് വരുന്ന പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ട്രെയിനിനകത്ത് വെച്ച് മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെയാണ്. ഒത്തിരി ട്രാവലേഴ്സായ മലയാളീസ് ഒരു ട്രെയിനിനകത്ത് വെച്ച് മീറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെയാണ് നമ്മുടെ ഈ ജേണി മൊത്തം. കുടിച്ചിട്ട് അഭിപ്രായം പറയാനുണ്ട്. നല്ലതാ, ഞങ്ങളെല്ലാരും കുടിച്ചതാ. ഞങ്ങളെല്ലാരും കൊടുത്തു. 5 ബോട്ടിലോ 5 ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ ഇട്ട് കുടിച്ചോ, കുഴപ്പമില്ല. കുടിച്ചോ, ഞങ്ങളെല്ലാരും കുടിച്ചു. നോക്കി പോരുന്നമാരാണെങ്കിൽ ആ താഴെ തട്ടുന്നുണ്ടോ. നമ്മളിപ്പോൾ അവസാനത്തെ ദിവസമാണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്, 2:30 ആവാൻ പോണു. ഇപ്പോൾ അതാ കോയമ്പത്തൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ രാത്രി ഒരു 10:30-10:45 തിരുവനന്തപുരത്ത് എത്തും കേട്ടോ. അല്ലേ, ട്രെയിനിലായതുകൊണ്ടാണ് കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുക്കാത്തത്. പിള്ളേരൊക്കെ അകത്തുണ്ട്.
ഗൈസ് ഇപ്പോൾ പാലക്കാട് എടുക്കാറായി. ഇതാണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ. ഇവര് കോളേജ് ഏതാ? ഞങ്ങൾ യൂണിവേഴ്സിൽ ഇരിങ്ങാലക്കുട യൂണിവേഴ്സൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ 10 ദിവസത്തെ ട്രിപ്പിന് പോയതാണല്ലേ? ഓക്കെ ഓക്കെ. പേര് ഹാഷിഫ്. ദേവി നന്ദന. നമ്മൾ നേരത്തെ കണ്ടു, പരിചയപ്പെട്ടു. ഓക്കെ, ഹായ് പറയാം നിങ്ങൾ. ഓക്കെ, പേരെന്താ? അലക്സാണ്ടറ. ഹായ് പറഞ്ഞോ. എല്ലാരെയും വേട്ടവർഗം ഞാനാ എന്താക്കി കാണുന്നത്. അങ്ങനെ 10 ദിവസത്തെ കാശ്മീർ ട്രിപ്പിന് ശേഷം തിരിച്ച് ഇപ്പോൾ കേരളത്തിൽ കാലുകുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇനി രാത്രി 10:30-10:45 തന്നെ തിരുവനന്തപുരത്ത് എത്തും. ഓ, നല്ല ചൂടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. കാശ്മീരിലെ തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് വരായിരുന്നു. അതിനുശേഷം ഇവിടെ നാട്ടിലെത്തിയപ്പോൾ നല്ല ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 7-8 മണിക്കൂറോളം ഉണ്ട് ട്രാവൽ നേരെ നമ്മുടെ തിരുവനന്തപുരം വരെ. ഈ ഡാഷ്ബോർഡ് ഓഫ് ചെയ്തിട്ട് കുറെ ബാറ്ററി വയ്ക്കും ആണല്ലേ? ഡോക്യുമെന്റ്സ് നോ കം യു നോ ഗോ. ടിക്കറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോവാ. ഡോക്യുമെന്റ്സ് ബായ് പറഞ്ഞിട്ട് വേണം. ബായ് കാണാം. ഒരു കൂട്ടം തന്നെയാണ് ഗൈസ്. ട്രെയിൻ ശരി, നിങ്ങൾ അത് കാണുക. അത് കണ്ടോ? പിള്ളേർ ഇവിടുത്തെ കാറാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇതുവരെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ശരത്തേട്ടൻ, നിതിൻ, അശ്വതി. ഇവരതാ ഇപ്പൊ കായംകുളത്ത് ഇറങ്ങാൻ പോവാ. ഇതൊരു 2 മണിക്കൂർ വരെ നമ്മൾ കാലിടിച്ച് പോകണം. ഇനി എല്ലാവരും ഉണ്ട്. അതായത് ശരത്തേട്ടൻ. പിന്നെ അടുത്ത ട്രിപ്പിൽ കാണാം. ബൈ ഗൈസ്. ഇടയ്ക്ക് വെച്ച് കിട്ടിയതാണെങ്കിലും എനിക്ക് വേറെ ശരത്തിലൂടെ കിട്ടിയിരിക്കുന്നു. മാത്രം പ്രാധാന്യം ചെയ്യുന്ന ചേച്ചി കിടക്കാൻ ഇടം തേടി നടന്ന ചേട്ടന്. ഇത് കണ്ടോ, നമ്മൾ വന്ന ട്രെയിനിൽ കണ്ടോ ഒറ്റ മനുഷ്യരില്ലല്ലോ. എല്ലായിടത്തും ആളൊക്കെ ഒഴിഞ്ഞ് നമ്മളിതാ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഇവിടെ കാണണ്ടാ. എല്ലാ സീറ്റിലും ഓരോരുത്തർ വെച്ചൊക്കെ ഉള്ളു കേട്ടോ. അതെ, ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിലെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ നമ്മൾക്ക് സർവീസ് സർവീസ് അച്ഛേ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളതാ 50 മണിക്കൂറോളം ട്രാവൽ ചെയ്തതാ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ആഴ്ചയോളം നീണ്ടു നിന്ന കാശ്മീർ, ഡൽഹി, ആഗ്ര ട്രിപ്പിനിതാ ഇന്നിവിടെ എൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെല്ലൈക്കൻ കൂടെ ഓടാക്കിയിട്ടേക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു സോളോ ട്രാവലുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഇതിനകത്ത് കണ്ടു നല്ല രസമുണ്ടാ. അവിടെ